രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ കുളത്തിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ മുങ്ങിമരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കളായ അഭിമന്യു, അർജുൻ കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. സംസ്ഥാനത്ത് നിപ വൈറസിനെതിരെ വീണ്ടും ജാഗ്രതാ നിർദ്ദേശം. നിപ തിരിച്ചുവരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്രളയകാലത്ത് വേലിയേറ്റത്തിൽ വന്നടിഞ്ഞ മണൽ നീക്കം ചെയ്തില്ല. പ്രളയം കഴിഞ്ഞ് 3 മാസം പിന്നിടുമ്പോഴും വഴിയടഞ്ഞ് തീരദേശം. ജില്ലയിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് സമാധാനപരം. പ്രതീക്ഷയോടെ മുന്നണികൾ. ശബരിമല വിഷയത്തിൽ LDF-ലോ സർക്കാരിലോ യാതൊരുവിധ തർക്കങ്ങളുമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ശബരിമല വിഷയത്തിൽ പാർട്ടിക്ക് ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂവെന്നും കാനം. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ കുളത്തിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ മുങ്ങിമരിച്ചു. ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ASI അഖുലിന്റെ മകൻ അച്യുത് എന്ന് വിളിക്കുന്ന 9 വയസ്സുള്ള അർജുൻ കൃഷ്ണ, വനിതാ സിവിൽ പോലീസ് ഓഫീസർ മിനിയുടെ മകൻ 7 വയസ്സുള്ള അഭിമന്യു എന്നിവരാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. കുളത്തിൽ കുളിക്കാനിറങ്ങിയ ഇവരെ കാണാതായതിനെ തുടർന്നാണ് അന്വേഷണം നടത്തിയത്. തൃശൂർ ഫയർഫോഴ്സ് എത്തിയാണ് ഒരു കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്തത്. ഒരു കുട്ടിയെ അക്കാദമിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പുറത്തെടുത്തിരുന്നു. 2 മൃതദേഹങ്ങളും ദയ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് നിപ വൈറസിനെതിരെ വീണ്ടും ജാഗ്രതാ നിർദ്ദേശം. ജനുവരി മുതൽ ജൂൺ മാസം വരെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആരോഗ്യ വിദഗ്ധരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ വർഷം ഡിസംബർ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു നിപ പടർന്നത്. വീണ്ടും നിപ തിരിച്ചുവരാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. മുൻകരുതലെടുക്കാൻ സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗികളുമായി ഇടപെടുമ്പോൾ അതീവ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രളയം കഴിഞ്ഞ് 3 മാസം പിന്നിടുമ്പോഴും വഴിയടഞ്ഞ് തീരദേശം. പ്രളയകാലത്തുണ്ടായ ശക്തമായ വേലിയേറ്റത്തിൽ വന്നടിഞ്ഞ മണൽ തീരപ്രദേശത്തിന്റെ വഴിമുടക്കുകയാണ്. എറിയാട് പഞ്ചായത്തിലെ ചന്ത കടപ്പുറത്ത് 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ ടാർ റോഡ് മണ്ണിടിഞ്ഞ നിലയിലാണ്. ഒരടിയിലധികം കനത്തിൽ മണ്ണ് നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര അസാധ്യമാണ്. ചന്ത കടപ്പുറം മുതൽ മണപ്പാട്ടുചാൽ വരെയുള്ള പ്രദേശത്താണ് റോഡ് കാണാനാകാത്ത വിധത്തിൽ മണ്ണ് വന്ന് നിറഞ്ഞിട്ടുള്ളത്. 100 കണക്കിന് വീടുകളുള്ള ഈ പ്രദേശം ആശ്രയിക്കുന്ന ഏക യാത്രാമാർഗമാണിത്. അടിയന്തര ഘട്ടങ്ങളിൽ പോലും വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയിലുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നാളിതുവരെയായി നടപടിയുണ്ടായിട്ടില്ല. പ്രളയനാളുകളിൽ ശക്തമായ തിരയടി മൂലം ആയിരക്കണക്കിന് ടൺ മണലാണ് കരക്കടിഞ്ഞത്. മറ്റു പലയിടങ്ങളിലും ഇത്തരം മണൽ താൽക്കാലിക തടയണ നിർമ്മിക്കാൻ ഉപയോഗിച്ചുവെങ്കിലും ചന്ത കടപ്പുറത്ത് അതുണ്ടായില്ല. റോഡിൽ വന്നടിഞ്ഞ മണൽ നീക്കം ചെയ്യുക വഴി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ശേഖരിക്കുന്ന മണൽ താൽക്കാലിക തടയണ നിർമ്മാണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാനാകും. എന്നാൽ അധികൃതർ ഈ വിഷയത്തിൽ നിസ്സംഗത തുടരുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് സമാധാനപരം. ശബരിമല വിഷയം ഉൾപ്പെടെ പ്രചരണ വിഷയമായ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയോടെ മുന്നണികൾ. ഇരിങ്ങാലക്കുട നഗരസഭ ചേലക്കര, പറപ്പൂക്കര പഞ്ചായത്തുകളിലെ 2ാം വാർഡിലേക്കും കടവല്ലൂർ പഞ്ചായത്തിലെ 5ാം വാർഡ്, വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ 14ാം വാർഡിലേക്കുമാണ് വോട്ടെടുപ്പ് നടന്നത്. കടവല്ലൂർ പഞ്ചായത്ത് 5ാം വാർഡിലേക്കുള്ള വോട്ടെടുപ്പ് കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിലെ 2 ബൂത്തുകളിലായാണ് നടന്നത്. 83.34% പോളിംഗ് രേഖപ്പെടുത്തി. ഇരിങ്ങാലക്കുട നഗരസഭ 2ാം വാർഡായ കരുവന്നൂരിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കരുവന്നൂർ സെന്റ് ജോർജ് സ്കൂളിലെ ബൂത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. പോളിംഗ് ബൂത്തിന് മുന്നിൽ പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് പോലീസ് ഇടപെട്ട് സ്ഥാനാർത്ഥി അടക്കമുള്ളവരെ ബൂത്തിന് മുന്നിൽ നിന്ന് മാറ്റി. 73.98% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറ് മൂലം ചേലക്കര വെങ്ങാനല്ലൂർ വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് അരമണിക്കൂറോളം തടസ്സപ്പെട്ടു. ചോലപ്പറമ്പ് 157ാം നമ്പർ പോളിംഗ് ബൂത്തിലെ വോട്ടെടുപ്പാണ് യന്ത്ര തകരാർ മൂലം തടസ്സപ്പെട്ടത്. തകരാർ പരിഹരിച്ച ശേഷം വോട്ടിംഗ് പുനരാരംഭിച്ചു. ഇവിടെ 79.89% പോളിംഗ് രേഖപ്പെടുത്തി. പറപ്പൂക്കര പഞ്ചായത്തിലെ 2ാം വാർഡ് പള്ളത്ത് നടന്ന വോട്ടെടുപ്പിൽ 85.64% പോളിംഗ് രേഖപ്പെടുത്തി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോളിംഗ് സ്റ്റേഷന്റെ പരിസരത്ത് നിന്നിരുന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ പോലീസ് ഇടപെട്ട് മാറ്റിയിരുന്നു. ചെറുതുരുത്തി വള്ളത്തോൾ നഗർ യത്തീംഖാന വാർഡിലേക്കും വോട്ടെടുപ്പ് നടന്നു. 86% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച നടക്കും.
ശബരിമല വിഷയത്തിൽ LDF-ലോ സർക്കാരിലോ യാതൊരുവിധ തർക്കങ്ങളുമില്ലെന്നും മറിച്ചുള്ള വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കാനം രാജേന്ദ്രൻ. ശബരിമല യുവതി പ്രവേശനം സംബന്ധിച്ച് സുപ്രീംകോടതി വിധി വന്ന ശേഷം നടപ്പാക്കിയ എല്ലാ തീരുമാനങ്ങളും LDF-ൽ ചർച്ച ചെയ്ത് ഒറ്റക്കെട്ടായി എടുത്തതാണ്. പാർട്ടിക്കുള്ളിൽ വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാവാമെന്നും എന്നാൽ ശബരിമല വിഷയത്തിൽ പാർട്ടിക്ക് ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂവെന്നും കാനം വ്യക്തമാക്കി. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി യുവതീ പ്രവേശനത്തിൽ വിധി വന്നതിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ ഗവൺമെൻറ്റിലോ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പ്രശ്നങ്ങളുമില്ല. ഞങ്ങളെടുത്തിട്ടുള്ള ഇടതുപക്ഷ നിലപാട് CPI-യും CPM-ഉം LDF-ലെ ഘടകകക്ഷികളെല്ലാം കൂടിയാലോചനകളിൽ കൂടി എടുത്തിട്ടുള്ളതാണ്. ശബരിമല വിഷയത്തിൽ LDF-ൽ തർക്കമുണ്ടെന്ന വാദവും കാനം തള്ളി. തർക്കമുണ്ടെന്ന രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന തെറ്റാണെന്നും CPI-യുടെ നിലപാട് പറയാനുള്ള പ്രാപ്തി പാർട്ടിക്കുണ്ടെന്നും കാനം പറഞ്ഞു. പിറവം പള്ളി കേസിൽ വിധി നടപ്പാക്കാത്തതിന് സർക്കാരിനെ ഹൈക്കോടതി വിമർശിച്ചത് നിർഭാഗ്യകരമാണ്. സർക്കാർ നേരിട്ട് കക്ഷിയായ വിഷയമാണ് ശബരിമല. പിറവം പള്ളി കേസ് മതത്തിലെ രണ്ട് വിഭാഗങ്ങൾക്കിടയിലെ അവകാശ തർക്കവുമാണ്. രണ്ടും ഒന്നായി കാണാനാകില്ലെന്നും കാനം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് TCV. മതിലകം പുന്നക്ക ബസാറിൽ ടെമ്പോ ട്രാവലറും പെട്ടി ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. ഗുരുവായൂർ ചുവലൂർപ്പടി സ്വദേശി രായമറയ്ക്കാർ വീട്ടിൽ 45 വയസ്സുള്ള കുഞ്ഞി മുഹമ്മദാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന ഗുരുവായൂർ സ്വദേശി നൌഷാദിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാതയിൽ പോട്ട പനമ്പള്ളി കോളേജ് ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന KSRTC ബസിന് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. തൃശൂർ കൊക്കാല സ്വദേശി മുല്ലശ്ശേരി ഇബ്രാഹിമിന്റെ മകൻ 29 വയസ്സുള്ള ഷിബിനാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 10-നായിരുന്നു അപകടം. എറണാകുളത്ത് നിന്നും തൃശൂരിലേക്ക് വരുന്നതിനിടെ ഷിബിൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ബസിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഷിബിനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിയാരത്ത് ദമ്പതികൾ വീടിനകത്ത് തൂങ്ങി മരിച്ചു. മുൻ പഞ്ചായത്ത് അംഗം 41 വയസ്സുള്ള സിനി, ഭർത്താവ് 48 വയസ്സുള്ള ബാബു എന്നിവരാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു മൃതദേഹങ്ങൾ വീടിനകത്ത് കണ്ടത്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇവരുടെ 3 മക്കളും രാവിലെ സ്കൂളിൽ പോയിരുന്നു. രണ്ടാമത്തെ മകൻ ഐസക് ഉച്ചഭക്ഷണത്തിനെത്തിയപ്പോഴാണ് മാതാപിതാക്കളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഉടനെ തൊട്ടടുത്ത വീട്ടിലെ ബന്ധുക്കളെ വിവരമറിയിച്ചു. തുടർന്ന് ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പിന്നീട് മൃതദേഹങ്ങൾ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ചാലക്കുടിയിലെ ഹോം നഴ്സിംഗ് ഓഫീസിൽ ജോലിക്കാരിയാണ് സിനി. ബാബുവിന് മീൻ കച്ചവടവുമായിരുന്നു. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് സിനി വിജയിച്ചത്. ഇടവേള. വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് പെൻ സിഗരറ്റും പാൻ മിഠായിയും വ്യാപകമാകുന്നു. കണ്ടാൽ സിഗരറ്റാണെന്ന് തോന്നുകയേയില്ല. ഒരു പേന പോലെ തോന്നും. പുകയിലയുടെ മണവും അറിയില്ല. ലഹരി പകരുന്ന സിഗരറ്റാണ് ഇതിനുള്ളിൽ. വിദ്യാർത്ഥികൾക്കിടയിൽ പെൻ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന പെൻ സിഗരറ്റ് വിദ്യാലയ പരിസരങ്ങളിൽ വ്യാപകമാവുകയാണ്. ഇതുമാത്രമല്ല, സിഗരറ്റ് വലിച്ചാൽ മണമറിയാതിരിക്കാനുള്ള റിങ്ങും ലഭിക്കും. ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ഈ സിഗരറ്റുമുണ്ട്. പാൻ മിഠായിയും മദ്യത്തിന്റെ ഫ്ലേവറുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സും വിദ്യാലയ പരിസരങ്ങളിൽ വിൽപ്പനയ്ക്കെത്തുന്നു. സിഗരറ്റ് ച്യൂയിങ് ഗവുമുണ്ട്. വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ വിവിധ ഫ്ലേവറുകളിലാണ് ലഹരി എത്തുന്നത്. അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ പെട്ടെന്ന് കണ്ടെത്താനാവുന്നില്ല എന്നതാണ് ഇത്തരം ലഹരി വസ്തുക്കളുടെ പ്രത്യേകത. പോലീസിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും കണ്ണുവെട്ടിച്ച് ലഹരി വസ്തുക്കൾ വൻതോതിൽ ജില്ലയിൽ എത്തിച്ചതായാണ് സൂചന. ഓൺലൈൻ വഴിയും ഇത്തരം ലഹരി വസ്തുക്കൾ ലഭ്യമാകുന്നുണ്ട്. TCV, തൃശൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് മൊബൈൽ ഫോൺ ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഉത്തരവ് നിലവിൽ വന്നു. ജീവനക്കാർ ഓഫീസ് സമയത്ത് ദീർഘനേരം മൊബൈൽ ഫോൺ സംഭാഷണത്തിൽ ഏർപ്പെടുന്നതും നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതും ഓഫീസുകളിലെത്തുന്ന പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് മൊബൈൽ ഫോൺ ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പഞ്ചായത്ത് വകുപ്പ് അഡീഷണൽ സെക്രട്ടറി MP അജിത് കുമാറാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയത്. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കെതിരെ 1960 കേരള സിവിൽ ആക്ട് പ്രകാരം നടപടിയെടുക്കുമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കി. ഇത്തരം പരാതികൾ സ്വീകരിക്കുന്നതിനും നടപടികൾ എടുക്കുന്നതിനുമായി അതത് ജില്ലകളിലെ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർമാരെ ചുമതലപ്പെടുത്തി. ഇനി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ വാർത്തകളിലേക്ക്. ബാൻഡ് വാദ്യത്തിൽ ബാലഭാസ്കർ അനുസ്മരണവുമായി പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ.
HSS വിഭാഗം ബാൻഡ് വാദ്യ മത്സരത്തിൽ ഇവർക്കാണ് ഒന്നാം സ്ഥാനം. വയലിനിസ്റ്റ് ബാലഭാസ്കറിന് പ്രണാമമർപ്പിച്ച് സൂര്യ ഫെസ്റ്റിലെ അനുസ്മരണ സംഗീതം ബാൻഡ് വാദ്യത്തിൽ അവതരിപ്പിച്ചാണ് പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വ്യത്യസ്തരായത്. കൂടാതെ ISL അടക്കമുള്ള ടോണുകളും വായിച്ച് മനം കവർന്ന ഈ ടീം ഹയർ സെക്കൻഡറി വിഭാഗം ബാൻഡ് വാദ്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി. ബാലഭാസ്കറിന്റെ അനുസ്മരണത്തോടുകൂടിയ സൂര്യ ഫെസ്റ്റാണ് ഞങ്ങൾ വായിച്ചത്. പിന്നെ ISL വായിച്ചിട്ടുണ്ടായി. മാർച്ചിൻ്റെ ടൂണിൽ NDA മാർച്ച് നേവിയുടെ ടൂണാണ്. പിന്നെ ഡ്രം ഡിസ്പ്ലേ, മ്യൂസിക്കൽ ഡ്രം ഡിസ്പ്ലേ ചെയ്തത്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ റവന്യൂ ജില്ലാ കലോത്സവത്തിലെ ബാൻഡ് വാദ്യ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. കന്നി അംഗത്തിൽ തന്നെ ഈ സ്കൂളിലെ +1 വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം നേടിയത് ഇവരുടെ സന്തോഷം വർദ്ധിപ്പിച്ചു. മുമ്പ് നമ്മൾ 5-6 പ്രാവശ്യത്തോളം വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വർഷത്തെ ഇടവേള വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ഈ വർഷം പുതുതായിട്ട് തുടങ്ങിയതാണ്. സ്റ്റേറ്റിൽ എല്ലാ പ്രാവശ്യം A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളുടെ സ്കൂൾ മൊത്തം എല്ലാവരും സന്തോഷിക്കുന്നുണ്ട്. 5 വർഷം ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള ഈ സ്കൂളിന് സംസ്ഥാന കലോത്സവത്തിൽ വിവിധ വർഷങ്ങളിൽ A ഗ്രേഡും ലഭിച്ചിട്ടുണ്ട്. എറണാകുളം സ്വദേശി രാജേഷിന്റെ ശിക്ഷണത്തിൽ ബാൻഡ് വാദ്യം അഭ്യസിച്ച ഈ 20-അംഗ ടീം സംസ്ഥാന കലോത്സവത്തിലും വിജയക്കൊടി പാറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. പ്രളയവും നവകേരളവുമെല്ലാം ഇതിവൃത്തമായ ആവിഷ്കാരത്തിലൂടെയാണ് കലോത്സവ വേദിയിലെ ജനപ്രിയ ഇനമായ സംഘനൃത്തവും കടന്നുപോയത്. കലോത്സവങ്ങളിലെ ഏറ്റവും ജനപ്രിയ ഇനങ്ങളിലൊന്നായ സംഘനൃത്ത മത്സരങ്ങൾ വേദി 2-ആയ ചെമ്പൂക്കാവ് ഹോളി ഫാമിലി ഗേൾസ് ഹൈസ്കൂളിലാണ് അരങ്ങേറിയത്. കലോത്സവത്തിലെ കളർഫുൾ ഇനമെന്ന ഖ്യാതി നിലനിർത്തി തന്നെയുള്ള പ്രകടനമായിരുന്നു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി വേദിയിലെത്തിയ ഓരോ സംഘങ്ങളും നടത്തിയത്. പ്രളയം, നവകേരളം തുടങ്ങിയ ആശയാവിഷ്കാരങ്ങളിലൂടെ കടന്നുപോയ മത്സരങ്ങളെല്ലാം അവതരണ മികവിനാൽ ഒന്നിനൊന്ന് മികച്ചു നിന്നു. ചടുല നൃത്തച്ചുവടുകളുമായി വേദി കീഴടക്കിയ ഓരോ സംഘങ്ങൾക്കും മികച്ച പിന്തുണ നൽകി മത്സരങ്ങളുടെ ആദ്യാവസാനം വരെ നിറഞ്ഞ സദസ്സുണ്ടായി. നൂറ്റാണ്ട് കണ്ട കേരളത്തിലെ മഹാപ്രളയത്തെ ഇതിവൃത്തമാക്കിയുള്ള അവതരണം കാഴ്ചവെച്ച മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ A ഗ്രേഡ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഇതേ വിഭാഗത്തിൽ മറ്റു സംഘങ്ങളും മികച്ച പ്രകടനമാണ് നടത്തിയത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കള്ളിയങ്കാട്ട് നീലിയെ വേദിയിലെത്തിച്ച തൃശൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത്. അച്ചടക്കം നിറഞ്ഞ പ്രകടനത്തോടെ മാറ്ററിയിച്ച എല്ലാ സംഘങ്ങൾക്കും സദസ്സ് നിറഞ്ഞ പ്രോത്സാഹനമാണ് നൽകിയത്. നേരം വൈകിയാണ് സംഘനൃത്തവേദി ഉണർന്നതെങ്കിലും 5 മണിയോടെ അവതരണങ്ങൾ പൂർത്തീകരിക്കാനും ഇതേ വേദിക്ക് കഴിഞ്ഞു. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. ഹൈസ്കൂൾ വിഭാഗം നാടകത്തിൽ ഒന്നാം സ്ഥാനം നേടിയതിനൊപ്പം മികച്ച നടനും നടിക്കുമുള്ള പുരസ്കാരം തൃശൂർ സേക്രഡ് ഹാർട്ട് സ്വന്തമാക്കി. നാദിയ K. അഷ്റഫ് മികച്ച നടിയായപ്പോൾ അതുല്യ എന്ന പെൺകുട്ടി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് കൗതുകം. ജിനേഷ് അമ്പല്ലൂർ സംവിധാനം ചെയ്ത അളവ് എന്ന നാടകത്തിനാണ് ഒന്നാം സ്ഥാനം. തുടർച്ചയായി നാടകത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കുന്ന പതിവ് തെറ്റിക്കാതെയാണ് സേക്രഡ് ഹാർട്ടിലെ ചുണക്കുട്ടികൾ ആലപ്പുഴയ്ക്ക് വണ്ടി കയറാൻ ഒരുങ്ങുന്നത്. ജീവിതത്തിന്റെ അളവുകളെക്കുറിച്ചുള്ള കണക്കെടുപ്പാണ് നാടകം മുന്നോട്ട് വയ്ക്കുന്നത്. നാടകത്തിലെ ദാക്ഷായണി എന്ന കഥാപാത്രത്തിലൂടെയാണ് നാദിയ മികച്ച നടിക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത്. കഴിഞ്ഞ വർഷം സംസ്ഥാന കലോത്സവത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട നാദിയ അഷറഫ് സബിത ദമ്പതികളുടെ മകളാണ്. സ്വന്തം സ്കൂളിൽ തന്നെ നാടകം അവതരിപ്പിച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാനായതിന്റെ സന്തോഷമാണ് നാദിയ പങ്കുവച്ചത്. അളവ് എന്നായിരുന്നു നാടകത്തിന്റെ പേര്. ഞങ്ങളുടെ സ്കൂളിൽ വെച്ചിട്ട് കളിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ഞങ്ങളുടെ സ്കൂളിലെ സ്റ്റേജിൽ വെച്ചിട്ട് തന്നെയായിരുന്നു കളിച്ചത്. നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. മികച്ച നടനുള്ള പുരസ്കാരം സേക്രഡ് ഹാർട്ടിലെ തന്നെ അതുല്യ എന്നതാണ് മറ്റൊരു കൗതുകം. പിന്നെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് ഗുണ്ട ക്യാരക്ടറായിരുന്നു. കുറ്റിമുക്ക് സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ ഭാഗ്യ ദമ്പതികളുടെ മകളാണ് അതുല്യ. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. പേരുപോലെ ഗാനമല്ല യക്ഷഗാനം എന്നത് അറിവുള്ളവർക്കറിയാം. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള യക്ഷഗാനം കാസർഗോഡിന്റെ കുത്തകയാണ്. യക്ഷഗാനത്തോട് ഇത്രയും അവഗണന വേണ്ടായിരുന്നു. ഇടുങ്ങിയ വേദി ഇവർക്ക് നൽകിയത് യക്ഷഗാനം വെറും ഗാനമായി ഭാരവാഹികൾ കരുതിയിട്ടാണോ എന്നറിയില്ല. അല്ലെങ്കിൽ മോണോ ആക്ടും മിമിക്രിയും അവതരിപ്പിച്ച വേദി യക്ഷഗാനത്തിന് മാറ്റിവെക്കുമോ? യക്ഷഗാന സംഘം വന്നാൽ ആരും നോക്കിപ്പോകും.
വേഷത്തിൽ മലയാളിത്തമില്ല, മൊത്തം ഒരു കന്നഡ ലുക്ക്. അവതരണം കണ്ടാൽ കർണാടകത്തിന്റെ ഫീൽ. കേരളത്തിന്റെ വടക്കേയറ്റത്ത് പ്രചാരമുള്ള യക്ഷഗാനം കലോത്സവത്തിലെത്തിയതുകൊണ്ട് മാത്രമാകാം നമുക്കും പരിചിതമാകുന്നത്. കലോത്സവത്തിൽ യക്ഷഗാനം പഠിപ്പിക്കുക എന്നത് കാസർഗോഡിന്റെ കുത്തകയാണ്. 3 മാസക്കാലം അവധി ദിനങ്ങളിൽ കാസർഗോഡ് നിന്നെത്തി പരിശീലിപ്പിച്ചാണ് ജില്ലയിൽ യക്ഷഗാനത്തിന്റെ ടീം ഒരുക്കിയത്. വേഷവും വാദ്യവുമെല്ലാം കാസർഗോഡ് നിന്നെത്തിച്ചു. ഇതിനാൽ തന്നെ ഈ കലാരൂപം വേദിയിലെത്താൻ ചിലവുമേറെയാണ്. സംസ്ഥാന കലോത്സവ വേദിയിലെത്തുമ്പോഴേക്കും 1 ലക്ഷത്തിലധികം രൂപ ചിലവായിട്ടുണ്ടാകും ഒരു ടീമിന്. കൾച്ചറൽ ഡെസ്ക്, TCV. മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിനെ അവതരിപ്പിച്ചാണ് ഹയർ സെക്കൻഡറി മോണോ ആക്ടിൽ ശ്രീശങ്കർ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ശ്രീശങ്കർ. ഏറെ വിവാദമായ അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വമാണ് ശ്രീശങ്കർ പകർന്നാടിയത്. മഹാഭാരതത്തിൽ പത്മവ്യൂഹത്തിന്റെ ചതിക്കണിയിലാകപ്പെട്ട അഭിമന്യുവിനെ പുതിയ കാലത്തിലൂടെ പുനർവായനയ്ക്ക് വിധേയമാക്കുകയാണിവിടെ. ബിജു കറുകുട്ടിയാണ് പരിശീലകൻ. മുൻവർഷങ്ങളിലും മോണാക്ട് വേദിയിൽ മികച്ച നേട്ടങ്ങൾ കുറിച്ചിട്ടുണ്ട് ഈ കലാകാരൻ. 5ാം ക്ലാസ് മുതൽ മോണാക്ട് അഭ്യസിച്ചു വരുന്നതാണ്. 5ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് ജില്ലാ ഫസ്റ്റ് നേടി. തലൂർ സ്വദേശിയായ ശ്രീശങ്കർ സുനിൽകുമാർ ഷീജ ദമ്പതികളുടെ മകനാണ്. ഹിമവാനോളം പൊങ്ങും ആവേശം ശകുനി, പറയുക വീണ്ടും വീണ്ടും വിവരിക്കുക. കലോത്സവ വേദികളിലും ചലച്ചിത്ര രംഗത്തും മിന്നുന്ന താരമായിരുന്ന സ്വാതി സുനിലിന്റെ സഹോദരനാണ് ഈ മിടുക്കൻ. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. ആവശ്യം വരുമ്പോൾ മലയാള കവിതാലാപനത്തിൽ എ ഗ്രേഡോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ സൗവർണികയാണ് സംസ്ഥാന കലോത്സവത്തിൽ ഇക്കുറി ജില്ലയെ പ്രതിനിധീകരിക്കുന്നത്. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സൗവർണിക. തൃശൂർ സ്കൗട്ട് ഹാളിൽ നടന്ന ഹൈസ്കൂൾ വിഭാഗം മലയാളം കവിതാലാപനത്തിൽ എ ഗ്രേഡോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയാണ് ഈ കൊച്ചുമിടുക്കി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള തന്റെ പ്രാതിനിധ്യം ഉറപ്പിച്ചത്. സൗവർണികയെ സംബന്ധിച്ചത് ഇരട്ടി മധുരമായി. കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി റവന്യൂ ജില്ലാ കലോത്സവങ്ങളിൽ മാറ്ററിയിച്ച് എ ഗ്രേഡ് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്ക വേദിയിലേക്ക് അവസരം ലഭിക്കുന്നത്. അതിന്റെ സന്തോഷവും ആ വാക്കുകളിലുണ്ടായിരുന്നു. ഏഴാച്ചേരിയുടെ നീലിയെ ശ്രുതിമധുരമായി വേദിയിലെത്തിച്ച സൗവർണികയുടെ ഗുരു അമ്മ രേണുകയാണ്. 5 വർഷത്തോളം സംഗീതം അഭ്യസിച്ചിട്ടുണ്ടെങ്കിലും ഈ കലാകാരിയുടെ ഏറ്റവും വലിയ പ്രചോദനം ക്ലാസ് ടീച്ചർ കൂടിയായ മീരയാണ്. ഒപ്പം അച്ഛൻ ചന്ദ്രനും സഹോദരിയും മികച്ച പ്രോത്സാഹനമാണ് നൽകുന്നത്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സ്വപ്ന സാഫല്യം പോലെ ലഭ്യമായ സംസ്ഥാന കലോത്സവ വേദിയിൽ മികച്ച പ്രകടനം നടത്തി തന്റെ മികവ് തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാതൃഭാഷയും കവിതയും ഏറെ ഇഷ്ടപ്പെടുന്ന സൗവർണിക എന്ന ഈ പെൺതാരകം. കറുത്ത നീലി നീലി നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. കലയ്ക്ക് മതമില്ലെന്ന് തെളിയിച്ചു കഥകളിയിൽ നിഹാൽ റഹ്മാൻ. കലയ്ക്ക് ജാതിയും മതവുമില്ല. അങ്ങനെ കാണുന്നവരാണ് ചില കലകളെ മാറ്റി നിർത്തുന്നത്. നിഹാലിന്റെ ഉപ്പയും ഉമ്മയും അങ്ങനെ കാണുന്നവരല്ല. അതുകൊണ്ടാണ് ഈ +2 വിദ്യാർത്ഥിയെ കഥകളി വേഷത്തിൽ കലോത്സവ വേദിയിൽ കാണാനായത്. കാലകേയം വധം കഥയിൽ അർജുനായി നിഹാൽ നിറഞ്ഞാടി. മതത്തിന്റെ ചട്ടക്കൂടുകളിൽ ഒതുക്കാതെ കഥകളി അഭ്യസിപ്പിച്ചതിനെ നിഹാൽ നന്ദി പറയുന്നത് മാതാപിതാക്കളായ റഹ്മാനോടും ഷാഹിദയോടുമാണ്. നിഹാലിന്റെ സഹോദരി ജഹനാരയും കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കഥകളിയിലും കൂടിയാട്ടത്തിലും നങ്ങ്യാർകൂത്തിലും വേഷമണിഞ്ഞ ജഹനാര ഇപ്പോൾ ഡോക്ടറാണ്. കഥകളി ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ പഠിച്ച നിഹാലും ജഹനാരയും ഇത് കലോത്സവ വേദികളിൽ മാത്രം ഒതുക്കുന്നില്ല. നിരവധി വേദികളിൽ ഇവർ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നു, മാതാപിതാക്കളുടെ പിന്തുണയോടെ. അധ്യാപികയായ ഉമ്മ ഷാഹിദയും ബിസിനസ്സുകാരനായ പിതാവ് അബ്ദുൾ റഹ്മാനുമാണ് നിഹാലിന് പിന്തുണയുമായി കലോത്സവത്തിനെത്തുന്നത്. ഇത്തവണ നിഹാലിന് എതിരാളികളുണ്ടായിരുന്നില്ല. ഹയർ സെക്കൻഡറിയിൽ മത്സരിക്കാൻ ഒരാൾ മാത്രം. ഹൈസ്കൂളിലും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഒരു മത്സരാർത്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാൽഡിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ നിഹാൽ റഹ്മാൻ വടക്കാഞ്ചേരി സ്വദേശിയാണ്. കലാമണ്ഡലം ഹൈദരലിയുടെ നാട്ടിൽ നിന്നുമെത്തിയ നിഹാലിനെ ഇനി സംസ്ഥാന കലോത്സവത്തിൽ കാണാം, വിശ്വാസങ്ങളുടെ വിലക്കില്ലാതെ. TCV, തൃശൂർ. കാലിയൻ സിറിയൻ സ്കൂളിൽ നടന്ന ഒപ്പന മത്സരം ഹൃദയാനുഭവമായി. മൈലാഞ്ചി മുഞ്ചുള്ള കാഴ്ചകൾക്കായിരുന്നു ഒപ്പനവേദി സാക്ഷ്യം വഹിച്ചത്. കലോത്സവത്തിന്റെ ഗ്ലാമർ ഇനങ്ങളിൽ ഒന്നാണ് മുസ്ലിം കലാരൂപമായ ഒപ്പന. മണവാട്ടിയെ മധ്യത്തിൽ ഇരുത്തി തോഴിമാർ പാട്ടുപാടി ഈണത്തിലും താളത്തിലും കൈകൊട്ടി കളിച്ചപ്പോൾ ഒപ്പനവേദി ആവേശമായി മാറി. ശരകിനിന്തുള്ള സിരനായുഷ്യന്റെ കൽപ്പതിനിമ്പ കനവിൽ പൂർണ്ണത ഇത്തരമേറ്റവർ
ഈ ഒപ്പനമൊഞ്ചത്തിമാർ വേദിയിൽ നിറഞ്ഞാടി കാണികളുടെ മനം നിറച്ചു. വിവാഹം പോലുള്ള വിശേഷാവസരങ്ങളിൽ മുസ്ലിം കുടുംബങ്ങളിൽ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് ഒപ്പന. കസവിന്റെ തട്ടമിട്ട് ആടയാഭരണങ്ങളുമായി നാണം കുണുങ്ങിയെത്തിയ തോഴിയും മണവാട്ടിമാരും സദസ്സിനെ കയ്യിലെടുത്തു. ഒപ്പം കാണികളുടെ ചുണ്ടിലും മനസ്സിലും പഴയ ഇസ്ലാമിക ആഘോഷ രാവുകളുടെ പെരുമയറിയിച്ചു. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. ഒരു ഇടവേള. വാർത്തകളിലേക്ക്. വരാക്കര കാളക്കല്ലിൽ തേനീച്ച കുത്തേറ്റ് 3 പേർക്ക് പരിക്കേറ്റു. കാളക്കല്ല് പാറേക്കടൻ സുഭദ്ര, വരന്തരപ്പള്ളി വടക്കുടൻ സുദേവൻ, പോത്തുകാരൻ ആനി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. വഴിയോരത്തെ മരത്തിലെ തേനീച്ചക്കൂടാണ് ഇളകിയത്. പറമ്പിൽ പുല്ലുവെട്ടുന്നതിനിടെയാണ് സുദേവന് പരിക്കേറ്റത്. തേനീച്ചക്കൂട് നശിപ്പിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ കോൺഗ്രസ് നേതാവിനെതിരെ രാഹുൽ ഗാന്ധിക്ക് KSU പ്രവർത്തക പരാതി നൽകി. നാട്ടിക സ്വദേശിനിയായ KSU പ്രവർത്തകയാണ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് നേതാവുമായ KJ യദുകൃഷ്ണയ്ക്കെതിരെ രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകിയത്. KPCCക്കും DCC നേതൃത്വത്തിനും താൻ നൽകിയ പരാതിയിൽ യാതൊരു നടപടിയും എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പെൺകുട്ടി രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് കത്തയച്ചത്. ഒക്ടോബർ 13-ാം തീയതി KPCC ആസ്ഥാനത്ത് പെൺകുട്ടി നേരിട്ടെത്തി മുല്ലപ്പള്ളി രാമചന്ദ്രനും പോലീസിലും പരാതി നൽകിയിരുന്നു. സംഭവം വിവാദമായതോടെ KPCC നേതൃത്വം ഇടപെട്ട് KPCC ജനറൽ സെക്രട്ടറി പത്മജ വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റ് എന്നിവരടങ്ങുന്ന കമ്മീഷനെ നിയോഗിച്ചുവെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് പെൺകുട്ടി ആരോപിച്ചു. പോലീസിന് നൽകിയ പരാതിയിൽ പോക്സോ ചുമത്തി കേസെടുത്തിരുന്നു. എന്നാൽ നേതാക്കളുടെ ഇടപെടലും സ്വാധീനവും കൊണ്ട് തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും പരാതിയിൽ വ്യക്തമാക്കി. ചരിത്രം നിലനിന്നാലേ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുവാൻ കഴിയുകയുള്ളൂവെന്നും ചരിത്രം നഷ്ടപ്പെട്ടാൽ സ്വാതന്ത്ര്യം അസാധ്യമാണെന്നും സാംസ്കാരിക പ്രവർത്തകൻ KEN കുഞ്ഞുമുഹമ്മദ് അഭിപ്രായപ്പെട്ടു. സുന്നി സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മിലാദ് കോൺഫറൻസ് സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിമർശിക്കുകയാണെങ്കിൽ ആ വിമർശനത്തെ കൂടി ഉൾക്കൊള്ളുമ്പോഴാണ്, അതിനോട് ജനാധിപത്യപരമായി പ്രതികരിക്കുമ്പോഴാണ് മഹത്വമായിരിക്കുന്നത്. അല്ലാത്തപ്പോൾ മഹത്വത്തിന് അതിൻ്റെ സൂക്ഷ്മത നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രവാചകന്റെ ഏറ്റവും പ്രസിദ്ധമായ പ്രയോഗങ്ങളിൽ ഒന്ന്, അദ്ദേഹം ഏറ്റവും തീക്ഷണമായ വിമർശനം നടത്തുമ്പോൾ ഇയാൾ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്, ഇയാളുടെ നെറ്റിയിൽ ചളി പുരണ്ടിരിക്കുന്നു എന്നാണ് അത്ര അദ്ദേഹം പ്രതികരിച്ചു പോന്നിട്ടുള്ളത്. പുസ്തകങ്ങളിൽ നിന്ന് ചരിത്രത്തെ തകർക്കുന്ന പ്രവർത്തനമാണ് രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികൾ നടത്തുന്നത്. രാജ്യത്തെ സ്ഥലനാമങ്ങൾ മാറ്റുന്നതും താജ്മഹലിന്റെ ചരിത്രം മാറ്റാൻ ശ്രമിക്കുന്നതും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വാഗമൺ കൂട്ടക്കൊലയുടെ ചിത്രം മായ്ച്ചുകളയുന്നതും ഇതിന്റെ ഭാഗമാണ്. മതവിശ്വാസികൾക്കും മതേതര വിശ്വാസികൾക്കും മതരഹിത വിശ്വാസികൾക്കും ഒരുപോലെ മാനവികവും സൗഹാർദ്ദപരവുമായ ആശയം സ്വീകരിക്കാൻ പ്രവാചക സ്മരണകൾ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി PSK മൊയ്തു ബാഖവി മാടവന അധ്യക്ഷത വഹിച്ചു. IPB ഡയറക്ടർ മജീദ് അരിയല്ലൂർ, SYS ജില്ലാ വൈസ് പ്രസിഡന്റ് സിറാജുദ്ദീൻ സക്കാഫി തുടങ്ങിയവർ സംസാരിച്ചു. മസ്കറ്റിൽ വെച്ച് വിമാനയാത്രയ്ക്കിടെ ദേഹാസ്വസ്ഥത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കൽദായ സുറിയാനി സഭ പരമാധ്യക്ഷൻ മാർ അപ്രേ മെത്രോപൊലിത്തയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ നവംബർ 18-ാം തീയതിയാണ് മാർ അപ്രേ മെത്രോപൊലിത്തയെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മസ്കറ്റിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് വ്യാഴാഴ്ച ഉച്ചയോടെ തൃശൂരിലെത്തിച്ച മെത്രോപൊലിത്തയെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. വിവാഹ സമ്മാനമായി ലഭിച്ച സ്വർണ്ണാഭരണങ്ങളും പണവും കൈക്കലാക്കി യുവതിയെ പീഡിപ്പിച്ച കേസിൽ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും ഭർത്തൃ സഹോദരിയെയും 2 വർഷം തടവിന് ശിക്ഷിച്ചു. ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. മമ്മിയൂർ കോത്തുള്ളി ശ്രീനിവാസന്റെ മകൻ സുനിൽ, അമ്മ ജാനകി, സുനിലിന്റെ സഹോദരി സരിത എന്നിവരെയാണ് മജിസ്ട്രേറ്റ് KB വീണ 2 വർഷം തടവിനും 5000 രൂപ വീതം പിഴയടയ്ക്കാനും ശിക്ഷിച്ചുകൊണ്ട് ഉത്തരവായത്. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. വെളിയങ്കോട് ഗ്രാമം സ്വദേശി ഐനിക്കൽ കൃഷ്ണൻകുട്ടിയുടെ മകൾ ദർശനയുടെ പരാതിയിലാണ് കോടതി വിധി. പരാതിക്കാരിക്ക് വേണ്ടി APP ശ്രീകുമാർ, അഡ്വക്കേറ്റ് C സുഭാഷ് കുമാർ എന്നിവർ ഹാജരായി. വീട് ശുചിയാക്കാൻ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞൻ റോബോട്ടിനെ വികസിപ്പിച്ചെടുത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധേയമാകുന്നു. പെരിഞ്ഞനം RMBHS സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ ഫുവാദ്, സനീൻ, മുബാറക് എന്നിവർ ചേർന്നാണ്
കുഞ്ഞൻ റോബോട്ടിനെ വികസിപ്പിച്ചെടുത്ത് സംസ്ഥാന ശാസ്ത്രമേളയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. പ്ലാസ്റ്റിക് നിർമ്മിതമായ റോബോട്ടിന്റെ നിയന്ത്രണങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്പ് വഴിയാണ്. ശുചിത്വത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ശുചിത്വ ചിന്തകൾ തുടങ്ങണമെന്ന ആശയത്തിനാണ് വിദ്യാർത്ഥികൾക്ക് പോലും എളുപ്പം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ റോബോട്ടിനെ വികസിപ്പിച്ചെടുത്തത്. മൊബൈൽ വഴി നമുക്ക് വീട് ശുചിയാക്കാനായിട്ട് മെയിനായിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഫ്രണ്ട് വഴി വാക്യൂം ക്ലീനറിൻ്റെ പൈപ്പിണി കാണുന്ന ഇതിലെ ഡസ്റ്റുകളൊക്കെ വലിച്ചെടുത്ത് ഇതിനുള്ളിൽ സ്റ്റോർ ചെയ്യും. പിന്നെ ബാക്കിൽ മോപ്പുണ്ട്, തുടക്കാനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചാൽ വെള്ളം മിതമായ രീതിയിൽ വീണുകൊണ്ട് ഇത് തുടക്കും. ഗ്യാസ് ലീക്കേജ് കണ്ടുപിടിക്കാനുള്ള ഒരു സെൻസർ ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്യാസ് ലീക്കാകുമ്പോൾ അത് ബസർ അടിക്കുകയും നമ്മളെ അറിയിക്കുകയും ചെയ്യും. ലിംബോ റോബോ എന്ന് പേര് നൽകിയ റോബോട്ടിനെ വീട് വെള്ളമൊഴിച്ച് തുടയ്ക്കാനും വാക്വം ക്ലീനറായും ഉപയോഗപ്പെടുത്താം. വീട്ടിലെ LPG ഗ്യാസ് ചോർച്ച ഉണ്ടാകുന്ന സമയത്ത് മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള സംവിധാനവും റോബോട്ടിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രത്യേകമായി ഘടിപ്പിക്കുന്ന ബ്ലേഡ് ഉപയോഗിച്ച് പൂന്തോട്ടങ്ങൾ മിനുക്കാനും ഈ കുഞ്ഞൻ റോബോട്ടിനെ ആശ്രയിക്കാം. 5 മണിക്കൂർ വരെ തുടർച്ചയായി ഇത് ഉപയോഗിക്കാൻ കഴിയും. ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കൈത്തുമ്പിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഈ കുഞ്ഞൻ റോബോട്ടിനെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്തത്. TCV കയ്പമംഗലം. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി മേധാവി ഡോക്ടർ സുനിൽ കെ മേനോന്റെ പിതാവ് കാളത്തോട് ത്രിവേണി റോഡിൽ വട്ടേക്കാട് ഗംഗാധര മേനോൻ നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടത്തി. അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടയിൽ തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. മഹാവിഷ്ണു വള്ളത്തിലെ തൊഴിലാളി എറിയാട് ആറാട്ട് വഴി കോഴിപ്പറമ്പിൽ 50 വയസ്സുള്ള സുധാകരനാണ് മരിച്ചത്. മഹാഭാരതത്തിലെ പ്രധാന സന്ദർഭങ്ങളെല്ലാം ക്യാൻവാസിലേക്ക് പകർത്തി പ്രിൻസ് തോന്നക്കിലും 35 ശിഷ്യകളും ചേർന്നൊരുക്കിയ മ്യൂറൽ മഹാഭാരതം പ്രദർശനം മഹാഭാരതം എന്ന ഇതിഹാസത്തിന്റെ ഒരു നേർക്കാഴ്ചയായി മാറുകയാണ്. തിരുവനന്തപുരം തോന്നയ്ക്കൽ സ്വദേശിയായ പ്രിൻസ് തോന്നയ്ക്കലും തന്റെ 35 ശിഷ്യകളും ചേർന്ന് 113 ചിത്രങ്ങളിലൂടെ മഹാഭാരതം എന്ന പുരാണ ഇതിഹാസത്തെ കാഴ്ചക്കാരിലേക്ക് ഒരു പുതിയ ദൃശ്യാനുഭവമായി സമ്മാനിക്കുന്നതാണ് മ്യൂറൽ മഹാഭാരതം. പ്രിൻസ് തോന്നയ്ക്കൽ വരച്ച വിശ്വരൂപവും ശിഷ്യകൾ വരച്ച 112 ചിത്രങ്ങളും മഹാഭാരതത്തിലെ പ്രധാന സന്ദർഭങ്ങളിലൂടെയും വ്യക്തികളിലൂടെയുമെല്ലാം കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുകയാണ്. മഹാഭാരത രചനയിൽ തുടങ്ങി സ്വർഗപ്രാപ്തിയിൽ അവസാനിക്കുന്ന 112 ചിത്രങ്ങളിൽ പാണ്ഡവരുടെയും കൗരവരുടെയുമെല്ലാം ജീവിതാരംഭവും മഹാഭാരത യുദ്ധവും ദ്രോണരുടെ പതനവും ധൃതരാഷ്ട്രാലിംഗനവുമെല്ലാമുണ്ട്. അവസാനം പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ച് യുധിഷ്ഠിരൻ സ്വർഗത്തിൽ ശ്രീകൃഷ്ണൻ അടുത്തെത്തുന്ന സ്വർഗപ്രാപ്തി എന്ന ചിത്രത്തോടെ മ്യൂറൽ മഹാഭാരതം അവസാനിക്കുമ്പോൾ കാഴ്ചക്കാർക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദമാണ് സമ്മാനിക്കുന്നത്. മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരുടെ ശിഷ്യനായ പ്രിൻസ് തോന്നയ്ക്കൽ കേരളത്തിനകത്തും പുറത്തുമായി തന്റെ 35 ശിഷ്യകളും ചേർന്ന് ഒരുക്കുന്ന 4ാമത് മ്യൂറൽ മഹാഭാരത പ്രദർശനമാണ് തൃശ്ശൂരിലേത്. മഹാഭാരത രചന മുതൽ സ്വർഗപ്രാപ്തി വരെയുള്ള കഥകളാണ് ഞങ്ങൾ വരച്ചിരിക്കുന്നത്. ടോട്ടൽ 113 പെയിൻറ്റിങ്സ്, ഒരെണ്ണം വിശ്വരൂപം. അത് 7 അടി പൊക്കവും 4 അടി വീതിയുമുള്ള ബാക്കിയുള്ള എല്ലാ പെയിൻറ്റിങ്ങുകളും 3.25 2.25 അടിയാണ്. എല്ലാം ഒരേ സൈസിൽ തന്നെയാണ് പെയിൻറ്റിങ്സ് ചെയ്തിരിക്കുന്നത്. ആക്രിലിക് ചായം ഉപയോഗിച്ചാണ് എല്ലാ മ്യൂറൽ ചിത്രങ്ങളും ക്യാൻവാസിൽ വരച്ചിരിക്കുന്നത്. പ്രദർശനം ഡിസംബർ 2-ന് സമാപിക്കും. കൾച്ചറൽ ഡെസ്ക് TCV. ഒരു ഇടവേള കൂടി. വാർത്തകളിലേക്ക്. പൗരോഹിത്യ രജത ജൂബിലി ആഘോഷിക്കുന്ന തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവലിന് തൃശൂർ പൗരാവലിയുടെ അനുമോദനം. അനുമോദന സമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. മാർ ജേക്കബ് തൂങ്ങുഴി, മാർ ഔഗിൻ കുര്യാക്കോസ്, ഡെപ്യൂട്ടി മേയർ ബീന മുരളി, DCC പ്രസിഡന്റ് TN പ്രതാപൻ, BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ് തുടങ്ങിയവർ അനുമോദിച്ചു. തൃശൂർ നഗരത്തിലെ സ്വകാര്യ കോളേജ് കെട്ടിടത്തിന്റെ 3ാം നിലയിൽ നിന്ന് വീണ് വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്കേറ്റു. അരണാട്ടുകര സ്വദേശി മൂക്കൻ വീട്ടിൽ ബൈജു മകൾ ട്രീസയ്ക്കാണ് പരിക്കേറ്റത്. കൈയിൽ നിന്ന് തെറിച്ചു വീണ ഫയൽ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കാൽ വഴുതി താഴേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പ് ഡിസംബർ 12-ാം തീയതി രാവിലെ 11 മണിക്ക് കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ നടക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇത്. അന്ന് ആകസ്മിക അവധിയോ മറ്റു കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു.
തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്രയെ അപമാനിക്കുന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ട യുവാവിനെ അസിസ്റ്റന്റ് കമ്മീഷണർ അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശി തൊണ്ടിപ്പറമ്പിൽ അജി തോമസിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. തൃശൂരിൽ പോലീസിന് നേരെ കളിത്തോക്ക് ചൂണ്ടി രക്ഷപ്പെട്ട ഗുണ്ടാ സംഘാംഗം പോലീസ് പിടിയിലായി. വലിയാലക്കൽ സ്വദേശി വിവേകിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നഗരമധ്യത്തിൽ യുവാവിനെ വടിവാൾ വീശി ഭീഷണിപ്പെടുത്തി പേഴ്സും പണവും മോഷ്ടിച്ച കേസിലെ പ്രതികളെ വീട് വളഞ്ഞ് പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഗുണ്ടാ സംഘാംഗമായ വിവേക് പോലീസിന് നേരെ കളിത്തോക്ക് ചൂണ്ടി രക്ഷപ്പെട്ടത്. കേസിലെ കൂട്ടുപ്രതികളായ 4 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ശബരിമല തീർത്ഥാടന കാലമായതിനാൽ ജില്ലയിലെ പ്രധാന നഗരങ്ങളിലെ ഹോട്ടലുകളിൽ ഡിസംബർ മുതൽ നിർബന്ധമായും വിലവിവര പട്ടിക പ്രദർശിപ്പിക്കണമെന്ന് ജില്ലാ ഭക്ഷ്യോപദേശക സമിതി യോഗത്തിൽ തീരുമാനം. അന്യസംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകരിൽ നിന്ന് അമിതവില ഈടാക്കുന്നു എന്ന പരാതിയിലാണ് തീരുമാനം. ഗുരുവായൂർ, ചാലക്കുടി, തൃശൂർ, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലാണ് നിർബന്ധിത വിലവിവര പട്ടിക പ്രദർശിപ്പിക്കേണ്ടത്. അമിതവില ഈടാക്കുന്ന ഹോട്ടലുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ADM ശ്രീലതിക അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ കുളത്തിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കളായ അഭിമന്യു, അർജുൻ കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. സംസ്ഥാനത്ത് നിപ വൈറസിനെതിരെ വീണ്ടും ജാഗ്രതാ നിർദ്ദേശം. നിപ തിരിച്ചുവരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്രളയകാലത്ത് വേലിയേറ്റത്തിൽ വന്നടിഞ്ഞ മണൽ നീക്കം ചെയ്തില്ല. പ്രളയം കഴിഞ്ഞ് 3 മാസം പിന്നിടുമ്പോഴും വഴിയടഞ്ഞ തീരദേശം. ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് സമാധാനപരം. പ്രതീക്ഷയോടെ മുന്നണികൾ. ശബരിമല വിഷയത്തിൽ LDF-ലോ സർക്കാരിലോ യാതൊരുവിധ തർക്കങ്ങളുമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ശബരിമല വിഷയത്തിൽ പാർട്ടിക്ക് ഒറ്റ അഭിപ്രായം മാത്രമേയുള്ളൂവെന്നും കാനം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം.